ആര്യ രാജേന്ദ്രൻ എന്നേക്കാൾ മികച്ച മേയർ, ഫലത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ശിവൻകുട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ കാരണങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്ത ശേഷമേ പറയാൻ കഴിയൂ എന്നും മന്ത്രി പറഞ്ഞു. ജനാധിപത്യപരമായി നടന്ന തെരഞ്ഞെടുപ്പാണ്. ഫലത്തെ സ്വാഗതം ചെയ്യുന്നു. ജനവിധിയെ മാനിക്കുന്നു. വോട്ടിംഗ് ശതമാനമൊക്കെ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ചെറിയ പിറകോട്ടടിയുണ്ട്. മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. പുതിയ കാര്യമല്ല. പരിശോധിച്ച് കൂടുതൽ ശക്തിയോടെ മുമ്പോട്ട് വരുമെന്ന് വി ശിവൻകുട്ടി വ്യക്തമാക്കി. LDFും UDFും ചേർന്ന് സ്വതന്ത്രനെ പിന്തുണച്ച് നഗരസഭ ഭരിക്കുമോ എന്ന ചോദ്യത്തിന് ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന ഭരണസമിതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കില്ലെന്നും അദ്ദേഹം മറുപടി നൽകി. കോർപ്പറേഷനിൽ അധികാരം ലഭിച്ചിരുന്നെങ്കിൽ ആര്യ രാജേന്ദ്രൻ മികച്ച മേയറാണെന്ന് എല്ലാവരും പറയുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. തന്നേക്കാൾ മികച്ച മേയറാണ് ആര്യയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോർപ്പറേഷനിൽ LDFിന് തിരിച്ചടിയുണ്ടായതിന് പിന്നാലെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടായത്. മേയറുടെ ഭരണത്തിലുണ്ടായ പിശകാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം ലഭിച്ചിരുന്നെങ്കിൽ ആര്യ മികച്ച മേയറാണെന്ന് എല്ലാവരും പറയുമായിരുന്നു. 5 വർഷം തിരുവനന്തപുരം മേയറായിരുന്നയാളാണ് ഞാൻ മേയറായിരുന്ന കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ടെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. കേന്ദ്ര ലേബർ കോഡുകൾക്കെതിരെ കേരളം പ്രതിരോധം തീർക്കും. ബദൽ തൊഴിൽ നയം രൂപീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഡിസംബർ 19 തിരുവനന്തപുരത്ത് ലേബർ കോൺക്ലേവ് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി.